തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ വിമർശനവുമായി റാന്നി നിയുക്ത എം.എൽ.എ. പഴകുളം മധു. ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ കള്ളന്മാരാണ്. അഴിമതിയുടെ കേന്ദ്രമായി മാറിയ ദേവസ്വം ബോർഡ് അടിയന്തിരമായി പിരിച്ചുവിടാൻ സർക്കാർ തയ്യാറാകണമെന്നും പഴകുളം മധു മീഡിയ വണ്ണോട് പറഞ്ഞു. ദേവസ്വം ബോർഡ് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. ഇപ്പോഴും ഇത്രമാത്രം കൊള്ള നടന്ന് ജനങ്ങളുടെ മുമ്പാകെ വിചാരണയിൽ നിൽക്കുന്ന ഒരു പ്രശ്നം ശബരിമലയിൽ ഉണ്ടായിട്ടും വീണ്ടും അവിടുത്തെ പൂജയുടെയും വഴിപാടിൻ്റെയും ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് കൊള്ള, അത് ഒരു വർഷം കോടികളുടെ കൊള്ള നടക്കുക, അത് നിർബാധം തുടരുകയാണ്. ഇപ്പോഴും ഈ കാട്ടുകള്ളന്മാർ, ഈ വെള്ളാനുകൾ ഇപ്പോഴും ക്ഷേത്രങ്ങളിലുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും അപമാനകരമാണ്. റാന്നിയുടെ എം.എൽ.എ. ശബരിമല ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്തെ എം.എൽ.എ. എന്നുള്ളതിൽ അതാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡിനെ വെച്ചിട്ട് കാര്യമില്ല. ഉദ്യോഗസ്ഥന്മാർ ഒന്നടങ്കം അഴിമതിക്കാരാണോ? ഞാനത് പറയില്ല. പക്ഷേ അഴിമതിക്കാരെ കണ്ടെത്തണം. അവരാരും ഇനി ശബരിമല ഉണ്ടാകാൻ പാടില്ല. വി.എസ്. വിഷ്ണു വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും. വിഷ്ണു, പഴകുളം മധു എം.എൽ.എ. ആയി വരികയാണ് റാന്നിയുടെ. ഇപ്പോഴും ഇത്രമാത്രം ശരി, പഴകുളം മധു റാന്നിയുടെ എം.എൽ.എ. ആയി വരികയാണ്. നേരത്തെ തന്നെ ഇപ്പോൾ UDF പ്രതിപക്ഷത്തായിരുന്ന ഘട്ടത്തിൽ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെയൊക്കെ പശ്ചാത്തലത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തിയവരാണ് പഴകുളം മധു അടക്കമുള്ള UDF നേതാക്കൾ. ഇപ്പോൾ UDF സർക്കാർ കൂടി അധികാരത്തിലെത്തുമ്പോൾ ഈ വിമർശനങ്ങളെ അതിന്മേലുള്ള നടപടികൾക്ക് സാധ്യതയുള്ള ആംഗിളിൽ കൂടി കാണണ്ടേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ശക്തമായ വിമർശനമാണ് റാന്നി എം.എൽ.എ. പഴകുളം മധു ഉന്നയിക്കുന്നത്. ശബരിമല ഉൾപ്പെടുന്ന നിയോജക മണ്ഡലമാണ് റാന്നി. ആ നിയോജക മണ്ഡലത്തിൽ എം.എൽ.എ. തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ ശക്തമായ ആരോപണമായാണ് ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്നത്. സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ ഇപ്പോൾ വഴിപാടുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾ ശബരിമലയിൽ വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഇതിനെക്കുറിച്ച് ശക്തമായ തരത്തിലായിരിക്കണം സർക്കാരിൻ്റെ നടപടികളൊക്കെ ഉണ്ടാകണം. പോലീസിനെ വലിയ തരത്തിൽ വിന്യസിപ്പിച്ച് ഇതിൻ്റെ അന്വേഷണങ്ങൾ നടത്തണമെന്നാണ് റാന്നി എം.എൽ.എ. ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ഈ പറയുന്ന ദേവസ്വം ബോർഡ് ഒന്നടങ്കം കള്ളന്മാരാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിജിലൻസിൻ്റെ അന്വേഷണം ഉൾപ്പെടെ പുറത്തു വന്നിട്ട് യാതൊരുവിധ കാര്യങ്ങളും മറുപടിയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവരെല്ലാം കള്ളന്മാരാണ്. ഇവരെല്ലാം ഒത്തുചേർന്നുകൊണ്ട് നടത്തുന്ന വലിയ അഴിമതിയാണ് നടത്തുന്നത്. അതുകൊണ്ട് ഒന്നടങ്കം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പിരിച്ചു വിടണമെന്ന ആരോപണമാണ് പഴകുളം മധു മുൻപോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ചും ഈ പറയുന്ന UDF സർക്കാരിലെ ഒരു പ്രധാനപ്പെട്ട എം.എൽ.എ. തന്നെയാണ് പഴകുളം മധു. ഈ KPCC ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് പാർട്ടിയെ ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലേറിയ സാഹചര്യത്തിൽ പാർട്ടിക്ക് വലിയ തരത്തിലുള്ള സമ്മർദ്ദമുണ്ടാക്കും. ഈ പറയുന്ന ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടാനും ശബരിമലയെ ഈ പറയുന്ന പലതരത്തിലുള്ള വിവാദങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടി സർക്കാർ സമ്മർദ്ദമുണ്ടാക്കുമെന്നാണ് പഴകുളം മധു പറയുന്നത്. കഴിഞ്ഞ ദിവസം വഴിപാടുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ക്രമക്കേടുകൾ ശബരിമലയിൽ നടന്നതായി വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഇതിന് പുറമെയായിരുന്നു പഴകുളം മധുവിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. മാത്രമല്ല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കുന്നു. യുവതി പ്രവേശന വിഷയത്തിൽ ഈ കേസുകൾ എടുത്തവരുടെ എല്ലാം ഒരു വിവേചനം കൂടാതെ എവരുടെയും കേസ് പിൻവലിക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം UDF സർക്കാരിന് സമ്മർദ്ദമുണ്ടാക്കുമെന്നാണ് മീഡിയ വണ്ണിനോട് ഇന്നലെ പറഞ്ഞത്. ഈ പറയുന്ന KPCC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്ന പഴകുളം മധുവിൻ്റെ സമ്മർദ്ദം വലിയ തരത്തിൽ തന്നെയായിരിക്കും ഈ പറയുന്ന UDF സർക്കാരിന് കേൾക്കേണ്ടി വരിക. UDF സർക്കാർ ഏത് തരത്തിലായിരിക്കും MLA-യുടെ ഈ പറയുന്ന പരാതിയെ സ്വീകരിക്കുക എന്നൊക്കെ അടുത്ത ദിവസങ്ങളായിരിക്കും കണ്ടറിയേണ്ടത്. ഏതായാലും വലിയ വിമർശനം തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ പഴകുളം മധു ഉന്നയിച്ചിരിക്കുന്നത്. ഈ പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ കള്ളന്മാരാണ്. പ്രസിഡന്റിനെ ഉൾപ്പെടെ എത്രയും വേഗം പിരിച്ചുവിടേണ്ട സാഹചര്യം നടപടിയിലേക്ക് സർക്കാർ കടക്കണമെന്നാണ് പഴകുളം മധു പറയുന്നത്.